കേരള രാഷ്ട്രീയത്തിലെ തന്ത്രശാലിയായ തിരുത്തൽ ശക്തി, മൂർച്ചയേറിയ വാക്കുകൾ കൊണ്ട് നിയമസഭയെ വിറപ്പിക്കുന്ന ജനനായകൻ മുഖ്യമന്ത്രി വി.ഡി. സതീശന് ഇന്ന് 62ാം ജന്മദിനമാണ്. വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ വളർന്ന് ഇന്ന് UDFന്റെ അമരക്കാരനായി ശോഭിക്കുന്ന വി.ഡി. സതീശന്റെ രാഷ്ട്രീയ ജീവിതത്തിലെ വളർച്ച വെല്ലുവിളികൾ നിറഞ്ഞതായിരുന്നു. കാര്യങ്ങൾ പഠിച്ചവതരിപ്പിക്കുന്നതിൽ വി.ഡി. സതീശനോളം പോകുന്ന മറ്റൊരു നേതാവ് സമകാലിക കേരള രാഷ്ട്രീയത്തിലുണ്ടോ എന്ന് സംശയമാണ്. വാക്കുകളിലെ മിതത്വവും നിലപാടുകളിലെ കാർക്കശ്യവുമാണ് സതീശനെ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തനാക്കുന്നത്. പ്രതിപക്ഷ നേതാവെന്ന പദവിയിലിരുന്ന് സർക്കാരിനെ പ്രതിരോധത്തിലാക്കാൻ അദ്ദേഹം പുറത്തെടുത്ത തന്ത്രങ്ങൾ അത്രമേൽ കൃത്യതയുള്ളതായിരുന്നു. എറണാകുളം നെട്ടൂർ സ്വദേശിയായ വടശ്ശേരി ദാമോദരൻ മേനോൻ സതീശൻ എന്ന വി.ഡി. സതീശൻ കലാലയ രാഷ്ട്രീയത്തിലൂടെയാണ് ഉയർന്നുവന്നത്. നിയമബിരുദവും ബിരുദാനന്തര ബിരുദവും നേടിയ ശേഷം ഹൈക്കോടതിയിൽ അഭിഭാഷകനായി തിളങ്ങുമ്പോഴും ജനങ്ങൾക്കിടയിലായിരുന്നു സതീശന്റെ മനസ്സ്. 2001 പറവൂർ മണ്ഡലത്തിൽ നിന്നാണ് സതീശൻ ആദ്യമായി നിയമസഭയിലെത്തുന്നത്. പിന്നീട് പറവൂരിന് സതീശനല്ലാതെ മറ്റൊരു ജനപ്രതിനിധിയെ ചിന്തിക്കാൻ പോലുമായില്ല. പ്രളയകാലത്ത് പറവൂരിനെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് അദ്ദേഹം നടപ്പിലാക്കിയ പുനർജനി പദ്ധതി സതീശൻ എന്ന ജനനായകന്റെ ഭരണാധികാര മികവിന്റെയും മാനവികതയുടെയും നേർക്കാഴ്ചയായിരുന്നു. ഗ്രൂപ്പ് രാഷ്ട്രീയത്തിന്റെ അതിപ്രസരമുള്ള കോൺഗ്രസിൽ കഠിനാധ്വാനവും പാർലമെന്ററി രംഗത്തെ മികവും കൊണ്ട് മാത്രമാണ് വി.ഡി. സതീശൻ KPCC വൈസ് പ്രസിഡന്റ് പദവിയിലേക്കും പിന്നീട് പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്കും ഒടുവിൽ കേരള മുഖ്യമന്ത്രി പദവിയിലേക്കും എത്തിയത്. വടശ്ശേരി ദാമോദരൻ മേനോൻ സതീശൻ എന്ന ഞാൻ. വായനയും പുസ്തകങ്ങളെയും പ്രണയിക്കുന്ന സതീശൻ രാഷ്ട്രീയത്തിലെ സൗമ്യനായ കഠിനാധ്വാനിയാണ്. വിമർശനങ്ങൾക്കും രാഷ്ട്രീയ പോരാട്ടങ്ങൾക്കുമപ്പുറം വ്യക്തിബന്ധങ്ങൾക്ക് ഏറെ വില കൽപ്പിക്കുന്ന നേതാവ് കൂടിയാണ് വി.ഡി. സതീശൻ. ന്യൂസ് 18 കൊച്ചി. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.